എസ്തപ്പാൻ ചേട്ടന് നമ്മുടെ ക്ലാരയെ അടുത്തറിയാമല്ലോ. എരപ്പാളി, ആ പെഴയത്തോടടുത്ത് ഞാനെപ്പോഴാ അടുത്തത്? അല്ല, ആളെ അറിയാമല്ലോ എന്ന് പറയായിരുന്നു. അവളെ ആരാ അറിയാത്തത്? തന്തയില്ലാത്തൊരു കൊച്ചിനെ പറ്റവളല്ലേ? ആന്നേ, നമ്മുടെ മോന് വല്ല കാര്യമുണ്ടോ ആ കൊച്ചിനെ മാമൂദിസ മുക്കിക്കാൻ? ടീച്ചർ മുക്കിച്ചോ? അതേ റീത്ത ചേട്ടത്തി പള്ളിമേടെ കയറി വന്ന് അച്ഛനെ ഭീഷണിപ്പെടുത്തി. മാമൂദിസ മുക്കി കൊടുത്തില്ലെങ്കിൽ കുത്തി കുടലെടുത്തോളെന്ന് പറഞ്ഞു. ടീച്ചറോ? അതേന്ന്. അച്ഛൻ പാവമല്ലേ, അത് ഞാൻ പേടിച്ച് മാമൂദിസ നടത്തി കൊടുത്തു. കേട്ടോടി നിന്റെ മോന്റെ ഗുണവധികാരം. ഇയാള് കള്ളു കുടിച്ചോണ്ട് വന്നിരുന്ന ഏഷണി പറയുക. ഞാൻ എന്തിനാ ഏഷണി പറയുന്നത്? ടീച്ചർ എവിടെ വേണമെങ്കിലും പോയി വഴക്കുണ്ടായിക്കോട്ടെ. പക്ഷെ പള്ളിക്കാരത്തിൽ തൊട്ട് കളിക്കുന്നത് ഈത്തക്കളിയാണെന്ന് പറയാനാ ഞാൻ വന്നത്. തോമാ, എന്റെ മോൻ വരുമ്പോ ഞാൻ ഇക്കാര്യം അവനോട് ചോദിക്കും. നീ പറഞ്ഞത് കള്ളമാണെങ്കിൽ ഞാൻ അവനെ നിന്റെ വീട്ടിലോട്ട് അയക്കും. എന്റെ പൊന്നു ചേട്ടത്തി, ദൈവത്തെ ഓർത്ത് അത് മാത്രം ചെയ്യരുത്. അവൻ വന്നാ എന്നെയും കൊന്ന് പെരക്ക് നീ മറ്റേ പോവുള്ളൂ. അപ്പൊ നീ പറഞ്ഞത് കള്ളമല്ലേ? എന്റെ ശുദ്ധഗതിക്ക് ഒരു മണ്ടത്തരം പറഞ്ഞു പോയതാ. അയ്യോ, ടീച്ചർ വരുന്ന തലതെറിച്ചവൻ വരുന്നോണ്ടേ, എന്ന് ചോറ് വിളമ്പി കൊടുക്ക. നിങ്ങൾ എന്തിനാ അവനെ ഇങ്ങനെ പ്രാകുന്നത്? എങ്ങനെ പ്രാകാതിരിക്കും? കണ്ണു തെളിയട്ടെ എന്ന് വെച്ച് BA വരെ പഠിച്ചു. എന്നിട്ടിപ്പൊ തെണ്ടി നടക്കല്ലേ? ഈ എരപ്പാളി കാരണം ആലീസെ കെട്ടാനൊരു പട്ടിയും വരത്തിലടി. നല്ല ഒന്നാന്തരം ചെറുക്കനെ കണ്ടുപിടിച്ച് അവന്റെ പെങ്ങളെ അവൻ കെട്ടിച്ചോളൂ. നിന്റെ അമ്മയെ കെട്ടിക്കും. പെണ്ണിന്റെ കണ്ണിനകത്തൊരു ഞെക്കുവിളക്കുണ്ട്, അത് കണ്ണിലടിച്ചാൽ പിന്നെ കാണാ കുടുക്ക് തന്നെ. ഈ പെണ്ണിന്റെ ആ പെണ്ണേതാണെന്നറിയാമോ? ടീച്ചറിന്റെ പെങ്ങളാ. അയ്യോ, ചതിച്ചല്ലോ ഭഗവാനെ. എന്റെ പൊന്നു പെങ്ങളെ ആളറിയാതെ പാടിപ്പോയതാ. ദയവ് ചെയ്ത് പീറ്ററേട്ടനോട് പറയരുതേ. അശ്വതിയുടെ അച്ഛനുള്ള കാലത്ത് ചാക്കോ മുതലേ അവിടെ താമസിക്കാൻ സ്ഥലം തന്നത്. ഈ വീട് ഞങ്ങൾ വെച്ചതാ. ചുറ്റും കാണുന്ന ദേഹണ്ണവും ഞങ്ങളുടേതാ. അതൊക്കെ ശരിയായിരിക്കും. പക്ഷെ ഇപ്പൊ ഈ സ്ഥലം ഞാൻ ചാക്കോ മുതലാളിയോട് വിലക്ക് വാങ്ങിയിരിക്കുക. അതുകൊണ്ട് ഞങ്ങൾ ഈ വീട്ടിൽ വെറുങ്കയോട് ഇറങ്ങി പോണെന്ന് പറയുന്നത് എന്ത് ന്യായമാ? ടീച്ചറിന് ന്യായമൊന്നും പഠിപ്പിക്കണ്ട. മര്യാദയ്ക്ക് വീട് ഒഴിഞ്ഞിരുന്നാണ് നല്ലത്. ഇതിനൊരു തീരുമാനം ഉണ്ടാകാതെ ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങില്ല. ഇറങ്ങിയല്ലേ? അകത്തെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തറാ. അയ്യോ, ടീച്ചർ നിരക്കാത്ത പ്രവൃത്തി ചെയ്യരുത്. അങ്ങോട്ട് മാറി നിൽക്കണല്ലേ? നോക്കി നിൽക്കാതെ അകത്ത് എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്തറാ. അകത്ത് നിന്നെടുത്ത സാധനങ്ങളെല്ലാം അതാത് സ്ഥാനത്ത് കൊണ്ടുപോയി. നിൽക്കണവിടെ. നിന്നേക്ക് വിളിച്ചോണ്ട് വന്ന് പീറ്റതല്ല, ഞാനാണ്. സാധനങ്ങൾ മുഴുവൻ എടുത്ത് പുറത്തോടെ. സാറ് തന്നെ അങ്ങ് എടുത്തോണ്ടാ മതി. ഞങ്ങളെ കൊണ്ട് ഒക്കില്ല. നിനക്കൊക്കെ പേടിയാണെങ്കിൽ ഞാൻ എടുക്കാം. ഉണ്ണേ, നിങ്ങൾ രണ്ടുപേരും അകത്തോട്ട് പോകും. ഈ പടി കടക്കുകയോ അവരുടെ ഏതെങ്കിലും സാധനങ്ങൾ തൊടുകയോ ചെയ്യരുത്. തൊട്ടാതെ എന്ത് ചെയ്യും? ടീച്ചർ, എന്താ ഇത്? ഏത് പ്രശ്നവും സമാധാനമായിട്ട് കൈകാര്യം ചെയ്യുന്നതല്ലേ നല്ലത്? അച്ചോ, മര്യാദയ്ക്ക് കാര്യം പറഞ്ഞാൽ അവന് മനസ്സിലാകും. അതുകൊണ്ട് എനിക്ക് ചെയ്യാവുന്നത് ഞാൻ. അത് ഒരു നല്ല രീതിയല്ല ടീച്ചർ. തെറ്റാണെങ്കിൽ അച്ഛൻ ക്ഷമിക്കുക. ഞാൻ മാറി തന്നെ.
അച്ഛന്റെ രീതിക്ക് ഈ പ്രശ്നം പരിഹരിച്ചു. ഉണ്ണി, എന്താ കാര്യം? അച്ഛോ, ഞാൻ ചാക്കോ മുതലായിട്ട് വാങ്ങിയ സ്ഥലമാണ്. എനിക്ക് ഇതിന്റെ ഉടമസ്ഥാവകാശം കിട്ടണം. അതിന് സമ്മതിക്കില്ലെങ്കിൽ എന്നെ കൊണ്ടാവുന്നു ഞാനും നോക്കോളാം. ലക്ഷ്മിയമ്മേ, എന്താ പ്രശ്നം? ഉണ്ണിക്കിപ്പോ തീറ് കൊടുത്ത 3 ഏക്കർ സ്ഥലത്താണ് അശ്വതിയുടെ വീട് നിൽക്കുന്നത്. അവിടെ ഉണ്ണി ഒരു റബ്ബർ ഫാക്ടറി തുടങ്ങാൻ പോകും. ചാക്കോച്ചനും അതിൽ പങ്കാളിയല്ലേ? അങ്ങനെ കാര്യമായിട്ട് മുതൽ മുടക്കൊന്നുമില്ല. ഉണ്ണി ജപ്പാനിൽ പോയി അതേപ്പറ്റി കൂടുതൽ പഠിച്ചു വന്നപ്പോ ഒരു ഫാക്ടറി തുടങ്ങാൻ സഹായിക്കണമെന്ന് എന്നോട് പറഞ്ഞു. വളരെക്കാലമായിട്ട് എന്റെ കൂടെ മാനേജറായിട്ട് നിൽക്കുന്ന ആളാണല്ലോ. അതുകൊണ്ട് എന്റെ വകയായിട്ട് സ്ഥലം ഞാൻ തീർന്നു. 10-20 വർഷമായിട്ട് അശ്വതിയുടെ കുടുംബം ആ വസ്തുവിൽ കുടികിടക്കുകയില്ലേ? മുതലാളി ഇഷ്ടദാനം കൊടുത്തൊന്നുമല്ലല്ലോ. മറ്റൊരാൾക്ക് വസ്തു വിറ്റപ്പോ അങ്ങോട്ട് ഇറങ്ങിക്കൊടുക്കുന്നല്ലേ മര്യാദ? അവർക്ക് ആ സ്ഥലത്ത് ദേഹണ്ണമുണ്ടല്ലോ. അത് വെട്ടിക്കളഞ്ഞിട്ട് വേണം ഫാക്ടറി പണിയാൻ. അപ്പൊ പുരയോ? പൊളിച്ച് ദൂരെ കളയും. അശ്വതിക്ക് അച്ഛനില്ല. പള്ളിവക സ്കൂളിൽ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. ആ നിലയ്ക്ക് അവര് വെറും കൈയോടെ ഇറക്കി വിട്ടാൽ അവരെങ്ങോട്ട് പോകും? അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. അത് ശരിയല്ല ഉണ്ണി. വിധവകളെയും മാതാപിതാക്കന്മാരില്ലാത്ത കുഞ്ഞുങ്ങളെയും ഞെരുക്കുന്നത് തലപ്പെട്ട ദോഷമാണ്. അച്ചോ, ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്തൊരു തീരുമാനം അച്ഛനെടുത്താട്ടെ. ആ പറമ്പിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു 15 സെന്റ് സ്ഥലം അവർക്ക് കൊടുത്താൽ നന്നായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. 15 സെന്റ് സ്ഥലവും ഒരു സൂചി കുത്ത സ്ഥലം ഞാൻ കൊടുക്കില്ല. ഉണ്ണിയുടെ നിലപാട് ഇതാണെങ്കിൽ ചിലപ്പോ അവരവിടെ ഇറങ്ങിയില്ലെന്ന് വരും. ഇറക്കാൻ ഇവിടെ പോലീസും കോടതിയും കൊണ്ടച്ചോ. ഉണ്ണി പഴയ കാലമൊന്നുമല്ല. നീതിക്കെതിരായിട്ട് എന്ത് നടന്നാലും ഇന്ന് പാവപ്പെട്ടവരെല്ലാം ഒന്നിച്ചു കൂടും. പോലീസിനും പട്ടാളത്തിനുമൊന്നും ആ ശക്തിയെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞെന്ന് വരില്ല. എനിക്ക് നീതിയെന്ന് തോന്നിയത് ഞാൻ പറഞ്ഞു. ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യും. അച്ചോ, ഞാനൊരു കാര്യം പറയാം. ഒരു 10 സെന്റ് സ്ഥലം അവർക്ക് കൊടുത്തേക്കാം. മുതലാളി എന്തായി പറയുന്നത്? 2 കൂട്ടരുടെയും നന്മയ്ക്ക് വേണ്ടിയാ ഞാനിത് പറയുന്നത്. ഉണ്ണി അതങ്ങ് സമ്മതിക്കും. അച്ചോ, അച്ഛൻ ഇടനിലക്കാരനായി നിന്ന് ഈ പ്രശ്നം ഇന്ന് തന്നെ ഒന്ന് തീർത്താട്ടെ. ഈ 10 സെന്റ് സ്ഥലം കൊണ്ട് അവർ എന്ത് ചെയ്യും? കയറിക്കിടക്കാൻ ഒരു വീട് വേണ്ടേ? വേണം. ഒരു വീട് തല്ലിക്കൂട്ടിയിട്ട് മാറിയാൽ മതി. അതുവരെ ഒന്ന് ക്ഷമിക്കാൻ ഞാൻ ഉണ്ണിയോട് പറയാം. വീട് വെക്കാൻ പണം വേണ്ടേ? അതും ഉണ്ണി തരണമെന്നാണോ? എന്താ സംശയം? അത് ശരിയാണോ പീറ്ററെ? അച്ചോ, 20 വർഷമായിട്ട് അവർ ആ മണ്ണിൽ കുടികിടക്കും. അവർക്ക് ആ ഭൂമിയിൽ ദേഹണ്ണമുണ്ട്. സാമാന്യം ഭേദപ്പെട്ടൊരു പുരയുമുണ്ട്. അത് ഉപേക്ഷിച്ചിട്ട് കയ്യും വീശിയിട്ട് ഇറങ്ങിപ്പോണമെന്നാണോ? 10 സെന്റ് സ്ഥലം അവർക്ക് കൊടുക്കുന്നില്ലേ? പിന്നെന്ത് വേണം? പുര പൊളിച്ച് മാറ്റി വെക്കാൻ ഒരു 10,000 രൂപ കൂടി ഉണ്ണി കൊടുക്കണം. അതെന്ത് ന്യായമാണ്? ന്യായം എന്തായാലും അത് കൊടുത്തേ പറ്റും. ഉണ്ണി അത് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സമ്മതിച്ചില്ലെങ്കിൽ അവർ മാറുകയുമില്ല. മാറിത്തരാമെന്ന് അവർ സമ്മതിച്ചല്ലോ. അച്ചോ, അശ്വതിയും അമ്മയും സ്ത്രീകളാണ്. ഒരാൺതുണയില്ലാത്ത പാവങ്ങൾ. മുതലാളി പറഞ്ഞാൽ പിന്നെ അവർക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റും. ആ, അദ്ദേഹം വലിയവനായതുകൊണ്ട് അച്ഛനും അതിന് കൂട്ടി നിൽക്കുന്നു. പീറ്റർ, എനിക്ക് വലിയവനെന്നും ചെറിയവനെന്നുള്ള വ്യത്യാസമില്ല. എന്റെ കണ്ണിൽ എല്ലാവരും മനുഷ്യരാണ്. ഈ ആദർശം എവിടെ നിന്ന് എല്ലാ അച്ഛന്മാരും പറഞ്ഞിട്ടുണ്ട്, പള്ളിയിൽ പ്രസംഗിച്ചിട്ടുമുണ്ട്. പക്ഷെ പ്രവൃത്തിയിൽ ഇന്ന് വരെ കണ്ടിട്ട്. അച്ഛൻ ഒരു കാര്യം, പറഞ്ഞ തുക കിട്ടാതെ അവരവിടെ നിന്ന് മാറുകയുമില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആരും അവരെ മാറ്റുകയും. പിന്നെ അനാവശ്യമായി അച്ഛൻ ഈ കാര്യത്തിൽ ഇടപെട്ടാൽ ഇനി ഈ ലോഹയെ ഞാൻ ബഹുമാനിച്ചത്. അച്ഛൻ മധ്യസ്ഥൻ നിന്നുകൊണ്ട് 10 സെന്റ് സ്ഥലം കൊടുക്കാമെന്ന് മോലാളി സമ്മതിച്ചതാ. എന്നിട്ട് ഇപ്പൊ എന്തുണ്ടായി? പീറ്റർ കയറി ഉടക്കി. 10,000 രൂപ കൂടി മേടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് എന്തൊരു ന്യായമാ? ഇവനാരാ ഈ നാട്ടിലെ മൈസ്ട്രേറ്റോ? അത് തന്നെ ഞാനും ചോദിക്കുന്നത്. കപ്പേരെന്താ ഇത്ര കാര്യമായിട്ട് ചോദിക്കുന്നത്? ഞാനൊരു ശവപ്പെട്ടിക്ക് വില ചോദിക്കായിരുന്നു. ആർക്കാ? എനിക്ക് തന്നെ. തനിക്ക് താന്തനാണോ ശവപ്പെട്ടി പഠിക്കുന്നത്? പറഞ്ഞ പോലെ എനിക്കെന്തിന് ഇപ്പൊ ശവപ്പെട്ടി? ആ പുറജാതിക്കാരിതിന്റെ ആരാടാ? പുറജാതിക്കാരി? അതേടാ, ആ നായര് പെണ്ണ് അശ്വതി. ആ, നീയാണോ അവളെ കുടി താമസിച്ചത്? അല്ല. പിന്നെ അവരെ കുടി ഒഴിപ്പിക്കുന്നിടത്ത് നിനക്കെന്ത് കാര്യം? അപ്പ അവര് പാവങ്ങൾ. വെറും കൈയോടെ ഇറക്കി വിട്ടാൽ അവരെങ്ങോട്ട് പോകും? ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോരടാ. നീ കളിക്കുന്ന ആരോടാണെന്ന് അറിയാമോ? ചാക്കോ മുതലാളിയോടാ. അങ്ങനെ പേടിച്ചാൽ ഇവിടെ ജീവിക്കാൻ ഒക്കും. അപ്പ നിനക്കിതിലെന്ത് കാര്യമെന്നാ ഞാൻ ചോദിക്കുന്നത്. അപ്പ ഈ ഭൂമി എല്ലാവർക്കും കൂടി ഉള്ളതാ. ഇവിടെ എല്ലാവർക്കും ജീവിക്കുകയും വേണം. എവിടെ നീതി അത് കണ്ടാലും ഞാൻ എതിർക്കും. നീ എതിർക്കോടാ. ആ, എതിർക്കും. എമ്മാടി നിന്നെ നിങ്ങൾക്ക് എന്താ ഭ്രാന്താണോ മനുഷ്യനെ? അതേടി, അവൻ എന്നെ ഭ്രാന്ത് പിടിപ്പിച്ചു. എന്റെ മോൻ
ഒരു വലിയ ആളാകുമെന്ന് ഞാൻ കരുതി. പക്ഷേ അവനെ പറ്റിയുള്ള കണക്കൂട്ടലുകൾ തെറ്റിപ്പോയി. നാരായണൻകുട്ടിയെ, അന്റെ പറ്റത്രയെന്ന് വല്ല പിടിയുണ്ട? പറ്റ് കൃത്യമായിട്ട് ഞാൻ കണക്ക് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് നമുക്ക്. കണക്ക് പുസ്തകത്തിൽ എഴുതിയോണ്ട് എന്താടാ കാര്യം? അത് 30-ാം തീയതി കാശ് തരും. അടാ നമുക്ക് ഇന്ന് 31-ാം തീയതി. അയ്യോ, അത് ഞാൻ ഓർത്തില്ല. ഓർക്കണം, നമ്മളെ മോള് സബീനിക്ക് ഒരു കല്യാണാലോചന പതിക്കും. കെട്ടാൻ വരുന്ന ഒരു കണക്ക് പുസ്തകം എടുത്തു കൊടുത്താൽ കെട്ടുവോ? അതെങ്ങനെയാ? അപ്പൊ പണം തന്നെ കൊടുക്കണം. അതുകൊണ്ട് 15-ാം തീയതിക്ക് മുമ്പായിട്ട് നമ്മളെ പറ്റി തീർക്കണം. ശരിയോ നമുക്ക്? ആ പിന്നെ ഇത് നാരായണൻകുട്ടിയോട് മാത്രമായിട്ടല്ല, മറ്റാരോടും എല്ലാരോടും ആയിട്ടാ പറയണത്. നമുക്ക് ഒരു ചായ തന്നെ. നീ വന്ന ഒത്തിരി നീ ഒരു പുതിയ കുഴപ്പമുണ്ടാക്കിയത് കേട്ടല്ല? കുഴപ്പം? എന്ത് കുഴപ്പം? ഞമ്മടുത്ത് വേണം മോനെ ഈ ഒളിച്ചു കളി. കാര്യം പറ നമുക്ക്. അശ്വതി നീയായിട്ട് മോഹത്തിലാണെന്ന് കേട്ടില്ല? അതാണോ കാര്യം? അപ്പൊ സംഗതി ശരിയാണ്. ആ, എനിക്ക് അവളെ ഇഷ്ടമാണ് നമുക്ക്. അതൊരു തെറ്റാണ്? തെറ്റല്ല, പക്ഷേങ്കില് അവള് ഹിന്ദു, നീ ക്രിസ്ത്യാനിയാണ്. അതിലൊരു കാര്യമില്ല നമുക്ക്. എന്റെ കണ്ണിൽ 2 ജാതിയോ, ആണും പെണ്ണും. ജാതിയില്ലെന്നാ? അപ്പൊ നമ്മൾ ഇസ്ലാം അല്ലെന്നാണ് ഈ പറയണത്? മമ്മൂക്ക എന്ത് ജാതിയാ? ഇസ്ലാം. മമ്മൂക്കാന്റെ ബാപ്പയോ? ഒന്നാന്തര ഇസ്ലാം. ബാപ്പാന്റെ ബാപ്പയോ? ഓ, നമ്മൾ പാരമ്പര്യമായിട്ട് ഇസ്ലാമാണ്. ആട്ടെ, പടച്ചവൻ ആദ്യം ആരെ സൃഷ്ടിച്ചെന്നാണ് നിങ്ങളുടെ കിതാബി പറയുന്നത്? ആദം നബിയെ. ആ ആദാമിന്റെ മക്കളല്ലേ പിന്നീടുണ്ടായ മനുഷ്യരെല്ലാം? അതെ. അപ്പോ ആദാമിന്റെ ജാതി എന്തായിരുന്നു? ഹിന്ദുവോ, മുസ്ലിമോ, ക്രിസ്ത്യാനി? ആദാം ഏത് ജാതി എന്ന് പറ. അതൊരു വലിയ ചോദ്യമാണല്ല. ആലോചിച്ച് നാളെ ഉത്തരം പറഞ്ഞാൽ മതി. കാശ് ആദം സബീന, എന്താ പാപ്പ? ആദമിന്റെ ജാതി എന്താണ് മോളെ? ആദാമിന്റെ ജാതിയോ? ആ, എനിക്ക് അറിഞ്ഞൂടോ പാപ്പ. വരാലേ, ഇനി എന്ത് കുന്തം പഠിക്കാനാണ് ഈ ദിവസം പുസ്തകം ഞാൻ സ്കൂളിൽ പോകുന്നത്? പോത്ത്. ആദമിന്റെ ജാതി എന്താണെന്ന് അറിഞ്ഞൂടാ. എന്താ നമുക്ക്? ആദാമിന്റെ ജാതി എന്താടാ? ആദാമോ? ആ, അതാരാ? അന്റെ ബാപ്പാന്റെ 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 ബാപ്പ. ഓരോ ഹിമാറെ ആദാമിന്റെ ജാതി അറിയാണ്ട് എന്തിനാണോ ജീവിക്കണത്? ഈ ആരോടാ നമ്മൾ ചോദിക്കുക? എടീ, ചെറുക്കന് ഫ്രണ്ടൻ കമ്പനിയിലെ ആ ജോലി, എഞ്ചിൻ ഡ്രൈവറാ. 500 രൂപ ശമ്പളം കിട്ടും. നീ അവനെ കണ്ടിട്ടില്ലേ? പിന്നെ ജോക്കി മേസ്ത്രിയുടെ മോനെ ഞാൻ കണ്ടിട്ടില്ലേ? നല്ല മിടുമിടുക്കൻ ചെറുക്കന്. ആ, അവന്റെ അപ്പനായി എഴുത്തയച്ചു. മോൾക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് കല്യാണം ആലോചിക്കാം. എനിക്ക് കല്യാണം വേണ്ടപ്പാ. പിന്നെ നീ എന്താ മടത്തി പോവാണോ? എനിക്ക് വേണം തോന്നുമ്പോ ഞാൻ പറയാം, അപ്പൊ ആലോചിച്ചാ മതി. പിന്നെ നിന്റെ അഭിപ്രായം പോലല്ലേ ഇവിടെ എല്ലാ കാര്യം ചെയ്യുന്നത്. ചെറുക്കൻ വന്ന് പെണ്ണിനെ കാണാൻ എഴുതപ്പാ. നോയമ്പ് വീട് കഴിഞ്ഞ് വന്ന് കാണാൻ എഴുതാം. 10,000 രൂപ തന്നാലേ വീട് ഒഴിഞ്ഞു കൊടുക്കൂ എന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. ഉണ്ണി അത് സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് മാറണം. രൂപയുടെ കാര്യം പറഞ്ഞ് നമ്മൾ ഇനിയും വഴക്കിന് പോണോ? ഇത് വഴക്കാണോ? നമുക്ക് കിട്ടാനുള്ള ന്യായമായ അവകാശമേ ചോദിച്ചു. നീ ധൈര്യമായിട്ട് നിൽക്ക്. രൂപ അവൻ വീട്ടിൽ കൊണ്ടെത്തും. പീറ്റർ ഇടപെട്ട കൊണ്ട് ഉണ്ണി രൂപ തന്നെന്ന് വരും. പക്ഷെ അയാളുടെ സ്വഭാവം അറിയാമല്ലോ, എന്തിനും മടിക്കാത്തവനാ. ഇനി അനാവശ്യമായിട്ട് അവൻ ആ വീട്ടിൽ കയറിയാൽ അവന്റെ എല്ല് ഞാൻ ഒടിക്കും. പീറ്റർ എപ്പോഴും അവിടെ ഉണ്ടായിരിക്കണം എന്നില്ലല്ലോ. ഞങ്ങൾ 2 സ്ത്രീകൾ തനിച്ചേ ഉള്ളൂ. അച്ഛൻ ജീവിച്ചിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. മരിച്ചുപോയ അച്ഛനെ ഇനിയിപ്പോ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അശ്വതി, ഞാനൊരു തമാശ പറഞ്ഞേ. നിങ്ങൾക്കില്ലാത്തത് ഒരാൺതുണയാണ്. അത് ഞാനത് പരിഹരിക്കാൻ തയ്യാറായി. മനസ്സിലായി? 4 പേരറിയും ഞാൻ നിന്നെ വിവാഹം കഴിക്കാം. എന്താ, അശ്വതിക്ക് ഇഷ്ടമല്ല? കഴിയും വേഗം
നമ്മുടെ വിവാഹം നടക്കണമെന്നാണ് എന്റെയും ആഗ്രഹം. പക്ഷേ അതിന് സമയമായിട്ടില്ല. പിന്നെപ്പോഴാ? ഷഷ്ടിപൂർത്തി കഴിഞ്ഞിട്ടാണ്? അല്ല, പീറ്ററിന്റെ സഹോദരി ആലീസിന്റെ വിവാഹം കഴിഞ്ഞു. ആലീസിന്റെ വിവാഹവും നമ്മുടെ വിവാഹവും തമ്മിൽ എന്താ ബന്ധം? നമ്മുടെ വിവാഹം ഇപ്പൊ നടന്നാൽ ആലീസിന്റെ വിവാഹം ഒരുപക്ഷെ നടന്നില്ലെന്ന് വരും. ഞാൻ പറയുന്നത് ശരിയല്ലേ? ഞാൻ കാത്തിരിക്കാം. ആലീസിന്റെ വിവാഹം ആദ്യം നടക്കട്ടെ. എത്ര കാലമാണ് നമ്മളിങ്ങനെ ഒളിച്ചും പതുങ്ങാൻ കഴിയും? ഞാൻ എന്ത് ചെയ്യാനാ? നീ ചേട്ടനോട് പറ. അയ്യോ, എന്നാ ഞാൻ പറയാം. വേണ്ട ജോണി, ചേട്ടനോട് സംസാരിക്കാൻ ജോണി പോണ്ട. ഇങ്ങനെ കരയ്ക്കും പോലെ വെള്ളത്തിലും പോലെ വെച്ചാൽ ഞാൻ എന്ത് ചെയ്യും? ജീവിതകാലം മുഴുവൻ ഇങ്ങനെ കഴിയാൻ നോക്കൂ. ഞാനൊരു കാര്യം പറയട്ടെ. ജെയിംസ് അച്ഛനോട് ഞാൻ ഈ കാര്യം പറയാം. അച്ഛൻ ചേട്ടനോട് പറഞ്ഞാൽ ചേട്ടൻ ഒരിക്കലും എതിർക്കില്ല. അച്ഛൻ ഇക്കാര്യത്തിൽ നമ്മളെ സഹായിക്കും നിനക്ക് ഉറപ്പുണ്ടോ? തീർച്ചയായും. എങ്ങനെ? നീ ജോണിയെ സ്നേഹിക്കുന്നത് തെറ്റല്ല, പാപവുമല്ല. പക്ഷെ അവൻ പണക്കാരനാണ്, നീ പാവപ്പെട്ട ഒരു ശവപ്പെട്ടിപ്പണിക്കാരന്റെ മകൻ. വിവാഹ കാര്യത്തിൽ എന്തെങ്കിലും എതിർപ്പുകൾ ഉണ്ടായാൽ അവന്റെ മനസ്സ് മാറുകയില്ലെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? ജോണി എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് അച്ചു. അദ്ദേഹം എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. ആ വാക്കവൻ പാലിക്കുമോ? തീർച്ചയായും. ആട്ടെ, ചാക്കോ മുതലാളി എതിർത്താലോ? എന്തൊക്കെ സഹിക്കേണ്ടി വന്നാലും എന്നെ വിവാഹം ചെയ്യുള്ളൂ എന്ന് ജോണി സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അച്ചു, ചേട്ടന്റെ കാര്യത്തിലാണ് എനിക്ക് പേടി. ചേട്ടൻ ഇതറിഞ്ഞാൽ അവൻ കുഴപ്പമുണ്ടാക്കിയെന്ന് വരും. ഈ കാര്യത്തിൽ അച്ഛൻ എന്നെ സഹായിക്കണം. എനിക്കെന്ത് ചെയ്യാൻ കഴിയും കുഞ്ഞെ? അച്ഛൻ വേണ്ടുപോലെന്ന് പറഞ്ഞാൽ ചേട്ടൻ സമ്മതിക്കും. ശരി കുഞ്ഞെ, സൗകര്യം പോലെ ഞാൻ നമ്മളോട് സംസാരിക്കാം. വളരെ ഉപകാരം. പിന്നൊരു കാര്യം, നിന്റെ ജ്യേഷ്ഠന്റെ പ്രകൃതം നിനക്ക് നല്ലപോലെ അറിയാമല്ലോ. നിങ്ങളുടെ ഈ ബന്ധത്തെപ്പറ്റി ആരെങ്കിലും പറഞ്ഞ് അവന്റെ ചെവിയിലെത്തിയാൽ അവൻ എന്തെങ്കിലും അവ്യയം കാണിച്ചെന്ന് വരും. എനിക്കും ആ പേടിയുണ്ട് അച്ചു. അതുണ്ടാകാതിരിക്കണമെങ്കിൽ ഞാൻ ഇക്കാര്യം പീറ്ററോട് പറഞ്ഞ് അവന്റെ സമ്മതം വാങ്ങുന്നവരെ നീയും ജോണിയും തമ്മിൽ കാണുകയോ സംസാരിക്കുകയോ ചെയ്യരുത്. അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയാം, പക്ഷേ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ശരി അച്ചു. എന്നാ നീ പറ്റും.